ഇന്ന് കലാലയത്തിൻ്റെ ഈ സ്കൂളിൻ്റെ പടിയിറങ്ങുന്ന 3 അധ്യാപകരെക്കുറിച്ചും എല്ലാ അധ്യാപകരെക്കുറിച്ചും ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിങ്ങനെ പറയും: ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ അധ്യാപകരാണ്. അത് ധനത്തിൻ്റെ സമ്പത്തല്ല, വിദ്യാർത്ഥി സമ്പത്താണ്. ഒരധ്യാപകൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അവർ ലോകത്തെവിടെ പോയാലും അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അവിടെയൊക്കെ കാണും എന്നുള്ളതാണ്. ഈ 3 അധ്യാപകരും ഏതാണ്ട് 26-28 വർഷങ്ങളാണ് ഈ അധ്യാപനം നിർവഹിച്ചത്. അപ്പോൾ ഇവർക്ക് എത്രമാത്രം വിദ്യാർത്ഥി സമ്പത്തുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ സംതൃപ്തിയിൽ അവർ തുടർ യാത്ര ആരംഭിക്കുകയാണ്. ഉറപ്പായും ഞാൻ വിചാരിക്കുന്നു, ഇവർ പഠിപ്പിച്ച, ഇവർ കണ്ടുമുട്ടിയ വിദ്യാർത്ഥികളിൽ ഇവരെ ഹൃദയത്തോട് എന്നും ചേർത്ത് നിർത്തുന്ന, ചിന്തകളിൽ എപ്പോഴും ഇവരുണ്ടാകുന്ന കുറേയധികം വിദ്യാർത്ഥികൾ ഇവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അവരൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരുടെ നന്മ തുടർന്നും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഡോക്ടർ മാത്യു പി ജോർജ് എൻ്റെ സഹപാഠിയാണ്, സ്നേഹിതനാണ്, സഹപ്രവർത്തകനാണ്. നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ക്രോമസോമിൻ്റെയും ജീനിൻ്റെയും ഒക്കെ കാര്യം പറയാറുണ്ട്. ഒരുപക്ഷെ മാത്യു പി ജോർജിൻ്റെ സഭയോടുള്ള സ്നേഹം, സമൂഹത്തോടുള്ള പ്രതിബദ്ധതയൊക്കെ ജീനിലൂടെ കിട്ടിയതാണ് എന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോർജ് സാർ എനിക്ക് ചെറുപ്രായമായ സമയം മുതൽ ഓർക്കുന്നൊരു മുഖമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ, പ്രത്യേകിച്ചും തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ എല്ലാ ആത്മീക മേഖലകളിലും നേതൃത്വം നൽകിയ ഒരു പിതാവിൻ്റെ മകനാണ് ഡോക്ടർ മാത്യു പി ജോർജ്. ഞങ്ങൾ ഒരുമിച്ച് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ പഠിച്ചു. എന്നോടൊപ്പം MGOCSMൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു. തുമ്പോൺ ഭദ്രാസനത്തിൽ ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാ ആധ്യാത്മിക കാര്യങ്ങളിലും ഒരു നല്ല സ്നേഹിതനായി, സഹചാരിയായി കൂടെയുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. അദ്ദേഹത്തിന് ഒരു വിധത്തിൽ നിർബന്ധമുണ്ടായിരുന്നു ഞാൻ കൂടെ ഇതിൽ സംബന്ധിക്കണം എന്നുള്ളത്. വളരെ അഭിമാനത്തോടെ എൻ്റെ സ്നേഹിതന്, സഹപാഠിക്ക് എല്ലാ ആശംസകളും നേരുന്നു. കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. റോയ് സാറിനെ ഞാൻ ആഴമായിട്ട് പരിചയപ്പെടുന്നത് 2007 അത് നമ്മുടെ MGOCSMൻ്റെ സെൻറ്റിനറി കോൺഫറൻസിന് മുമ്പുള്ള കോൺഫറൻസ്, 99ാമത്തെ കോൺഫറൻസ് തുമ്പമണ്ണിൽ നടക്കുമ്പോഴാണ് റോയ് സാറിനെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും. അന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒന്ന്, ഈ ഷിബു പറഞ്ഞതുപോലെ ബഹളങ്ങളില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. വളരെ ശാന്തമായി ഇടപെടുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന, MGOCSMൻ്റെ വളർച്ചയിലൊക്കെ നിർണായകമായ സ്വാധീനം, പ്രത്യേകിച്ചും ഈ സ്കൂളിന് അദ്ദേഹം നൽകിയ എല്ലാ സംഭാവനകളും ഷിബുവിടെ അനുസ്മരിക്കുകയുണ്ടായി. റോയ് സാറിനും എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം ഷിബു പറഞ്ഞതുപോലെ റിട്ടയർമെൻറ്റ് ലൈഫ് തുമ്പോൺ ഭദ്രാസനത്തിന് കുറേ കൂടെ പ്രയോജനകരമായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. എലിസബത്ത് മാത്യു ടീച്ചറിനെ അധികം പരിചയമില്ല. ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയത്തിലും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. ആരെന്നോട് ഹിന്ദിയിൽ സംസാരിച്ചാലും ഞാൻ അവരോട് പറയും, ഹിന്ദി മാലൂം നഹി. അതോടുകൂടി അവർ ഹിന്ദി പറച്ചിൽ അവസാനിപ്പിക്കും. പക്ഷേ ഈ നമ്മുടെ ദേശീയ രാഷ്ട്രഭാഷ അത് പഠിപ്പിക്കുക മാത്രമല്ല, ഇവിടെ ഉപയോഗിച്ച ഒരു വാക്ക് ഒരമ്മയുടെ സ്ഥാനം എന്നാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് വേദിയിലേക്ക് എത്തുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇരിക്കാം.
എലിസബത്ത് ടീച്ചറിനും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇവർ 3 പേരും തുടർന്നുള്ള ജീവിതത്തിൽ, അവരുടെ കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിലൊക്കെ അനുഗ്രഹകരമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന കുട്ടികളോട് ഒരു വാക്ക്, നിങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ കാലഘട്ടം വല്ലാതെ എൻ്റെ മനസ്സിനെ അലോരസപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിങ്ങളുടെയും ഒരു ശ്രദ്ധയുണ്ടാകണം. നിങ്ങളുടെ ഈ വിദ്യാഭ്യാസവും അനുഭവവും ഒക്കെ മാർക്ക് വാങ്ങി, ജോലി കിട്ടി, ശമ്പളം വാങ്ങി സൗഖ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. നിങ്ങളുടെ ഒരു സമൂഹത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത വെളിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലെന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, പണ്ടെങ്ങുമില്ലാത്ത വിധം മതവും രാഷ്ട്രീയവും ഒരു അവിശുദ്ധ ബന്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അത് നമ്മുടെ ഈ സമൂഹത്തെ വല്ലാതെ വിഭജിക്കുന്നു എന്നുള്ള ഒരു ഭയത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ തലമുറയും വരുന്ന തലമുറകളും ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ, കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ, നമ്മുടെ നാടിനെ ഒരുമിച്ച് പിടിച്ചു നിർത്തുവാനായിട്ടുള്ള ആർജവം കാണിക്കണം. ഒരു പൂന്തോട്ടത്തിൽ വിവിധ തരത്തിലുള്ള ചെടികളും പൂക്കളും ഉള്ളതുപോലെ തന്നെ ഒരു നാട്ടിൽ മതപരമായും രാഷ്ട്രീയപരമായും വിവിധ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിലും ഒരു കാരണവശാലും പൂന്തോട്ടത്തിൻ്റെ സൗന്ദര്യം നഷ്ടമാകാതെ, അതിൻ്റെ സുഗന്ധം നഷ്ടമാകാതെ സൂക്ഷിക്കുവാനായിട്ടുള്ള, നമ്മുടെ നാടിൻ്റെ ആ സുഗന്ധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അതല്ലാതെ വന്നാൽ നാം ഇല്ലാതെയായി പോകും എന്നുള്ളൊരു ഭയത്തിലാണ് ഇത് പറയുന്നത്. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട്, ഞാൻ ഒത്തിരി ഉപദേശങ്ങൾ ഈ സ്കൂളിൽ തന്നെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് നിങ്ങൾക്കൊരു കരുതലും സ്നേഹവും ഉണ്ടാകണമെന്നാണ്. ഞാനിത് പല വേദികളിലും പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് വല്ലാത്ത ഒരു ചോദ്യം ചോദിച്ചു. പ്രകൃതിയിലുള്ള ഏതെങ്കിലും മൃഗജാലങ്ങളിൽ, പക്ഷിമൃഗാദികളിൽ ഏതെങ്കിലും അപ്പനെ അമ്മയെ നോക്കുന്നുണ്ടോ? പിന്നെന്തിനാ മനുഷ്യൻ നോക്കുന്നതെന്നൊരു ചോദ്യം എന്നെ വല്ലാതെ ഉലച്ച ഒരു ചോദ്യമാണ്. ഞാൻ ആ ചെറുപ്പക്കാരനോട് തിരികെ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ഈ ഭൂലോകത്തിൽ ഇതുപോലെ മക്കളെ നോക്കുന്ന അമ്മയപ്പന്മാർ ഏത് വിഭാഗത്തിലുണ്ട് എന്നുള്ളത്. ധാരാളം മാതാപിതാക്കൾ വളരെ ആകാംക്ഷയിലാണ്, ദുഃഖത്തിലാണ്, പ്രയാസത്തിലാണ്. നിങ്ങളൊക്കെ ഈ നിലയിൽ വരുവാൻ അത്യധ്വാനം ചെയ്യുകയും കനലിലൂടെ കടന്നു പോവുകയും ചെയ്ത മാതാപിതാക്കളെ വിസ്മരിക്കരുത് എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ വായിച്ചതാണ് അമ്മയെ ചവിട്ടിയ മകനെക്കുറിച്ച്. അവരെ ഒരിക്കലും ആ നിലയിൽ നിങ്ങളുടെ കരുതലിൽ നിന്ന് മാറ്റി നിർത്താതെ സൂക്ഷിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് മറന്നു പോകരുത് എന്നുള്ളത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ലോകത്തോടുള്ള നിങ്ങളുടെ ഒരു പ്രതിബദ്ധതയും അതിനെ ഒരുമിച്ച് നിർത്തുവാൻ, പ്രത്യേകിച്ചും നമ്മുടെ ഈ നാട്ടിൽ ഒരു നല്ല മനസ്സോടെ, ഐക്യത്തോടെ ജീവിക്കുവാനായിട്ടുള്ള വഴികൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും, അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ കടമ വിസ്മരിച്ചു പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയും ചേർത്താണ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സ്കൂളിനെല്ലാ ആശംസകളും നേരുന്നു. ഈ സ്കൂളിൻ്റെ വാർഷിക റിപ്പോർട്ട് കേട്ടപ്പോൾ അത്യധികം സന്തോഷം തോന്നി. അക്കാഡമിക് ലെവലിലും മറ്റെല്ലാ മേഖലകളിലും മികച്ച മുന്നേറ്റം നടത്തുന്ന സ്കൂളിന്, അധ്യാപകർക്ക്, എൻ്റെ ചുമതലക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്
എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ച് വാക്കുകളെ ചുരുക്കുന്നു.